പറന്നുയരാനുള്ള ഊഴം കാത്ത് റൺവേയെ സമീപിക്കുന്ന ഒരു എമിറേറ്റ്സ് വിമാനത്തിനുള്ളിലാണ് ഇപ്പോൾ ഞാൻ. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. നല്ല വെയിൽ പരന്നിട്ടുണ്ടെങ്കിലും തണുപ്പുള്ള അന്തരീക്ഷമാണ്. റൺവേയിലെ തിരക്ക് ഞാനിരിക്കുന്ന വിമാനത്തിന് മുന്നിലും പിന്നിലുമായി ടേക്ക് ഓഫിന് കാത്തുകിടക്കുന്ന വിമാനങ്ങളുടെ കാഴ്ചയിൽ നിന്നും വ്യക്തമാണ്. അതിബൃഹത്തായ ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്ന എയർപോർട്ടാണ് ദുബായിലേത്. ദുബായ് എന്ന നഗരത്തിന്റെ പ്രതിഫലനം ഈ എയർപോർട്ടിലില്ല. നിരന്ന മരുഭൂമിയുടെ ഒരു ഭാഗമാകെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഈ വിമാനത്തിൽ വിയന്നയിലേക്കാണ് എൻ്റെ യാത്ര. പക്ഷേ ഇത്തവണത്തെ സഞ്ചാരത്തിന്റെ ലക്ഷ്യസ്ഥാനം വിയന്നയല്ല. വിയന്നയിൽ ചെന്നിട്ട് വേണം ലക്ഷ്യമിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര തുടരാൻ. നേരം 9:15 വിമാനത്തിൽ നിറയെ യാത്രക്കാരുണ്ട്. ഇക്കണോമി ക്ലാസ്സിലാണ് എൻ്റെ യാത്ര. ടേക്ക് ഓഫിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. വിമാനം കുതിച്ചു പായുമ്പോൾ ഒരു ഭാഗത്ത് ദുബായ് എയർപോർട്ടിന്റെ ടെർമിനൽ മന്ദിരങ്ങൾ കാണാം. ടെർമിനൽ 2, ടെർമിനൽ 3 എന്നിവയെല്ലാം കാഴ്ചയിലുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടുകളിലൊന്നാണിത്. ഓരോ തവണയും ഇതുവഴി കടന്നു പോകുമ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും വിപുലീകരണവുമെല്ലാം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഓരോ ആഴ്ചയിലും 7700 വിമാനങ്ങളാണ് ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. റൺവേയിൽ നിന്നുയർന്ന് വിമാനം പറന്നു തുടങ്ങുമ്പോൾ താഴെ വിമാനത്താവളത്തിന്റെ അത്ഭുതാകാരം കാണാം. ഈ എയർപോർട്ടും ദുബായ് സിറ്റിയുമെല്ലാം എപ്പോഴും എനിക്ക് ആവേശം പകരുന്ന കാഴ്ചകളാണ്. പാതകളിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ നീങ്ങുന്നു. പറന്നുയർന്നപ്പോഴേക്കും ചിലർ വിമാനത്തിനകത്തിരുന്ന് ഉറക്കം തുടങ്ങിക്കഴിഞ്ഞു. ചതുരാകൃതിയിലുള്ള കെട്ടിടങ്ങൾ തൊട്ടുരുമി നിൽക്കുന്ന ദുബായ് നഗരം. ഇതിനു മുകളിൽ ഒന്ന് വട്ടം ചുറ്റി താമസിയാതെ വിമാനം അറേബ്യൻ ഗൾഫിന് മുകളിലേക്കെത്തും. നീണ്ടു പരന്നു കിടക്കുന്ന ദുബായ് നഗരം, ദുബായ് ക്രീക്ക് എന്ന ചെറിയ ഉൾക്കടൽ ഭാഗം. കടലിന് മുകളിലേക്കെത്തുമ്പോൾ താഴെ ജലോപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന കടലാസു തുണ്ടുകൾ പോലെ മണൽ തുരുത്തുകൾ കാണാം. വേൾഡ് എന്ന പേരിൽ ദുബായ് ഗവൺമെന്റ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുകയും പണി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് പദ്ധതിയുടെ ശേഷിപ്പുകളാണത്. എന്റെ സഹയാത്രികരിൽ ചിലർ ഇക്കണോമി ക്ലാസ്സിൽ തിങ്ങിഞ്ഞെരുങ്ങിയിരിക്കുന്നതിന്റെ അസ്വസ്ഥതയിലാണെന്ന് തോന്നി. വിമാനം നിശ്ചിത ഉയരം കൈവരിച്ചു പറന്നു തുടങ്ങിയതോടെ ക്യാബിൻ ക്രൂ ചട്ടപ്പടി ജോലികൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്ഷണം വിളമ്പാനുള്ള ഒരുക്കത്തിലാണവർ. പല യാത്രികരുടെയും മുന്നിലുള്ള സ്ക്രീനുകളിൽ സിനിമ പ്ലേ ചെയ്യുന്നുണ്ട്. വീണ്ടും പുറത്തേക്ക് നോക്കുമ്പോൾ ഇറാന്റെ ഭൂപ്രദേശത്തിന് മുകളിലേക്ക് വിമാനം എത്തിയിരിക്കുന്നു. വരണ്ട മരുഭൂമിയും മലനിരകളും. നോക്കത്താ ദൂരം അതങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. എയർ ഹോസ്റ്റസുമാർ പ്രഭാത ഭക്ഷണം വിളമ്പിത്തുടങ്ങിയിരിക്കുന്നു. ഭക്ഷണം കഴിച്ച ചിലർ സ്ക്രീനിൽ ചീട്ടുകളി തുടങ്ങിയിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ സിനിമ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. നൂറുകണക്കിന് സിനിമകൾക്ക് പുറമെ ധാരാളം ഗെയിമുകളുമുണ്ട് സ്ക്രീനിൽ. കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഇറാന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ മഞ്ഞുറഞ്ഞ പർവ്വതമുടികളും താഴ്വരകളുമെല്ലാം കണ്ടു തുടങ്ങുകയായി. ഉയർന്ന പർവ്വതഭാഗങ്ങളിൽ മഞ്ഞിന്റെ ഒരാവരണം ധവളിമയോടെ കാണാവുന്നു. മലഞ്ചെരിവുകളിലും താഴ്വാരങ്ങളിലുമൊന്നും അധികം മഞ്ഞ് കാണുന്നുമില്ല. ഇറാന്റെ ഭൂപ്രദേശം ശൈത്യകാലത്ത് ഇങ്ങനെ മഞ്ഞിനാൽ മൂടിപ്പോകുമെന്ന് നമുക്ക് മുൻധാരണ ഉണ്ടാവണമെന്നില്ല. ഇറാൻ മരുഭൂ സ്വഭാവമുള്ള നാടാണെങ്കിലും അവിടെ ധാരാളം മഞ്ഞുമലകളുമുണ്ട്. കുറേ ദൂരം കൂടി ചെല്ലുമ്പോൾ വീണ്ടും മഞ്ഞില്ലാത്ത ഭൂഭാഗങ്ങൾ കാണുന്നു. വരണ്ട ഭൂമിയുടെ ഞൊറിവുകൾ. അവയ്ക്ക് മുകളിൽ പഞ്ഞിക്കെട്ടുപോലെ മേഘശകലങ്ങൾ. ഉയരം കൂടിയ മലകളാകട്ടെ മഞ്ഞിന്റെ മേലാപ്പടിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കുമ്മായ കൂമ്പാരമാണെന്ന് തോന്നും. ഇറാൻ അതിബൃഹത്തായൊരു സാംസ്കാരിക ഭൂമികയാണ്. ഇന്ത്യയെപ്പോലെ തന്നെ തനതായൊരു മാനവ സംസ്കാരത്തിന്റെ ഭൂതകാലം ഈ നാടിനുണ്ട്. ഇപ്പോഴും അതെല്ലാം നിലനിൽക്കുന്നുമുണ്ട്.
വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ സമതലങ്ങളിൽ പോലും മഞ്ഞുറഞ്ഞു കിടക്കുന്നത് കാണാം. അതിലൂടെ നേർത്ത വരകൾ പോലെ പാതകൾ. ശരിക്കും ഇങ്ങനെയൊരു മഞ്ഞുകാലത്ത് യൂറോപ്പിലേക്കുള്ള എന്റെ ഈ യാത്ര അല്പം സാഹസമാണ്. പക്ഷേ എന്റെ ഷെങ്കൻ വിസയുടെ കാലാവധി ഉടനെ അവസാനിക്കുമെന്നതിനാലാണ് യൂറോപ്പിലെ സ്ലൊവേനിയ കാണുന്നതിനായി ഇങ്ങനെയൊരു യാത്രയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട മറ്റു രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു. സ്ലൊവേനിയയുടെ അടുത്ത് എമിറേറ്റ്സ് വിമാനം എത്തുന്ന ഏറ്റവും അടുത്ത വിമാനത്താവളം ഓസ്ട്രിയയിലെ വിയന്നയാണ്. അതിനാലാണ് അവിടേക്ക് പോകുന്നത്. സ്ലൊവേനിയയിലും ഇത് മഞ്ഞുകാലത്തിന്റെയും ചെറിയ മഴയുടെയുമെല്ലാം കാലമാണെന്ന് എനിക്കറിയാം. മഞ്ഞു മൂടിയ കൂടുതൽ പർവ്വതനിരകൾ കാണുന്നു. ഹിമാലയത്തിന്റെയും ആൽപ്സിന്റെയുമെല്ലാം ഓർമ്മയുണർത്തുന്ന ഗിരിനിരകൾ. ഇറാനിലെ അൽവാന്ത് പർവ്വതനിരയാണിത്. 3580 മീറ്റർ വരെ ഉയരമുള്ള കൊടുമുടികൾ അൽവാന്ത് പർവ്വതനിരയിലുണ്ട്. പുരാതന ബാബിലോണിയൻ സംസ്കാരകാലത്ത് ജനവാസമുണ്ടായിരുന്ന അൽവാന്തിൽ നിന്നും 2500 വർഷം മുൻപ് മഹാനായ ദാരിയസ് ചക്രവർത്തിയുടെ കാലത്തെ ശിലാലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇറാനിലെ വിശുദ്ധ പർവ്വതമായാണ് അൽവാന്ത് കണക്കാക്കപ്പെടുന്നത്. നോക്കത്താ ദൂരം മഞ്ഞിന്റെയും മേഘങ്ങളുടെയും ധവളിമയാണ് കാഴ്ച. മഞ്ഞിനാൽ മറയുന്ന മലകൾക്ക് മീതെ വിമാനം നീങ്ങുകയാണ്. ഭക്ഷണം നൽകി കാപ്പിയും ചായയും വിതരണം കഴിഞ്ഞ് ഫ്ലാസ്കുകളും മറ്റും സുരക്ഷിതമായി അടുക്കി വയ്ക്കുന്ന ജോലിയിലാണ് ജീവനക്കാർ. യാത്രയ്ക്കിടെ സിനിമ കാണുന്നതിൽ വലിയ താല്പര്യമില്ലാത്തതിനാൽ സ്ക്രീനിൽ വിമാനം പറക്കുന്ന റൂട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വളരെ വിശദമായി തന്നെ അത് കാണാനാവുന്നു. ബാഗ്ദാദ് നഗരം ഇടതുവശത്താണ്. ബസ്ര പിന്നിട്ട് കഴിഞ്ഞു. വലതുവശത്താകട്ടെ ടെഹ്റാനാണ്. ഇപ്പോൾ താഴെ മഞ്ഞുമൂടിയ മലനിരകളുടെ അഗ്രം മാത്രമേ കാണാനുള്ളൂ. മേഘമേലാപ്പ് മാറിയ ഭാഗത്തെത്തുമ്പോഴേക്കും മലകളും താഴ്വരകളും മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്നത് തന്നെയാണ് കാഴ്ച. ഈ മഞ്ഞുമലയുടെ താഴ്വാരങ്ങളിലും ആളുകൾ വസിക്കുന്നുണ്ടാവാം. ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന സാംസ്കാരിക പ്രദേശങ്ങളുണ്ടാവാം. മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ താഴ്വാരങ്ങൾ പിന്നിട്ട് സമതലത്തിലേക്ക് ഒഴുകുന്നുണ്ട്. മഞ്ഞുരുകുന്ന സമയത്താണ് ആ നദികളിൽ വലിയ പ്രവാഹമുണ്ടാവുക. ഒരു റിസർവോയർ കാണാം. ഇറാന്റെ കുർദിസ്ഥാൻ പ്രവിശ്യയിലെ പ്രമുഖമായ വഹ്ദാദ് റിസർവോയർ. ഇറാനിൽ ഏറ്റവും അധികം ശുദ്ധജല മത്സ്യങ്ങളുള്ള റിസർവോയറാണത്. ഇറാഖിന്റെ അതിർത്തിക്കടുത്തുകൂടെയാണ് വിമാനം നീങ്ങുന്നത്. ഇറാഖിലെ കിർക്കുക്ക് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി. വീണ്ടും മുന്നോട്ടു പോയി തുർക്കിയിലേക്കെത്തും. ദീർഘമായൊരു യാത്ര. എന്റെ സഹയാത്രികരിൽ ഒരാൾ ഇപ്പോഴും ചീട്ടുകളിയിൽ മുഴുകിയിരിക്കുകയാണ്. ഇറാൻ, തുർക്കി, ബൾഗേറിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറന്ന് ഇപ്പോൾ വിമാനം ഓസ്ട്രിയയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഓസ്ട്രിയൻ ഗ്രാമങ്ങളും പട്ടണങ്ങളുമെല്ലാമാണ് താഴെ കാണുന്നത്. അതിവിശാലമായ ഗോതമ്പ് വയലുകൾ. അതങ്ങനെ പല നിറങ്ങളിൽ കാണാവുന്നു. വയലുകളിൽ നിരവധിയായ വിൻഡ് മില്ലുകൾ. യൂറോപ്പിനു വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റാടികൾ. ഇതാ യൂറോപ്പിന്റെ സാംസ്കാരിക വാഹിനിയായ ഡാന്യൂബ് കാഴ്ചയിലേക്കെത്തുന്നു. അതിലൂടെ ഒഴുകുന്ന ജലവാഹനങ്ങൾ. ജർമ്മനിയിൽ ഉത്ഭവിച്ച് 10 രാജ്യങ്ങളിലൂടെ ഒഴുകി കരിങ്കടലിൽ ചെന്നുചേരുന്ന മഹാനദി. കടന്നുപോകുന്ന ഓരോ രാജ്യത്തെയും ഫലസമൃദ്ധമാക്കിയാണ് ഡാന്യൂബ് ഒഴുകുന്നത്. നദിയുടെ ഇരുകരകളും പച്ചപ്പണിഞ്ഞങ്ങനെ നിൽക്കുന്നു. യൂറോപ്പിലെ ഗ്രാമങ്ങളുടെയും കൃഷിയിടങ്ങളുടെയുമെല്ലാം ആകാശ കാഴ്ചയാണിത്. അതിബൃഹത്തായ കൃഷിയിടങ്ങൾ. അതിൽ അങ്ങിങ്ങായി വിൻഡ് മില്ലുകൾ. നേർരേഖ പോലുള്ള പാതകൾ. കുറേ ദൂരം പിന്നിട്ട് കഴിയുമ്പോഴാണ് ഒരു ചെറിയ ഗ്രാമമോ പട്ടണമോ എത്തുക. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെയും രീതിയാണിത്. നമ്മുടെ നാട്ടിലേതുപോലെ ആളുകൾ തോന്നുന്നിടത്ത് വീട് നിർമ്മിക്കുന്നില്ല. വീടുകളെല്ലാം ഒരു പ്രദേശത്ത് ഒരുമിച്ചായിരിക്കും. കൃഷിയിടങ്ങളെല്ലാം ഒരുമിച്ച് വിസ്തൃതമായി അങ്ങനെ കിടക്കുകയും ചെയ്യും. ഓരോ കൃഷിയിടത്തിനും നടുവിൽ വീട് വയ്ക്കുന്ന പതിവ് ഇവിടെയില്ല. ഹൈവേകൾ തന്നെ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ചില ഫാക്ടറി കോംപ്ലക്സുകളും ഇടയ്ക്ക് കാണാം.
ചെറുജലസംഭരണികൾ. കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുന്ന ഒരു തുണ്ട് ഭൂമി പോലും ഓസ്ട്രിയയിൽ കാണാനാവില്ല. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വിമാനം വിയന്നയോട് അടുക്കുകയാണെന്ന അറിയിപ്പ് വന്നു. ഇനി സീറ്റ് ബെൽറ്റ് മുറുക്കിയിരിക്കാം. ദുബായിൽ നിന്ന് പുറപ്പെട്ട് 6 മണിക്കൂറിലധികം പറന്നു കഴിഞ്ഞിരിക്കുന്നു. കൃഷിയിടങ്ങളിലേക്ക് ജലമെത്തിക്കുന്നതിനായി ഡാനൂബിൽ നിന്ന് വെട്ടിയുണ്ടാക്കിയ കനാലുകൾ പലയിടത്തും കാണാം. പിന്നെ ഡാനൂബിന്റെ പ്രകൃതിദത്ത കൈവഴികളും. അതിന്റെ തീരത്ത് ചെറുമരങ്ങൾ വളരുന്ന വനങ്ങൾ. ആകെ ഒരു നരച്ച നിറമാണ് വനത്തിന്. മഞ്ഞുകാലമായതുകൊണ്ടാണത്. മരങ്ങളെല്ലാം ഇല പൊഴിച്ചിരിക്കുന്നു. പുല്ലുകൾ കരിഞ്ഞെന്നോണം കറുത്തുപോയിരിക്കുന്നു. ഭൂമിക്കാകെ തന്നെ തവിട്ട് നിറമാണെന്ന് പറയാം. വിമാനം വീണ്ടും ഡാനൂബിന്റെ മുകളിലേക്ക്. വിയന്നയിലെ വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് താഴാനുള്ള തയ്യാറെടുപ്പിലാണ് അത്. ഡാനൂബിനെ പിളർത്തിക്കൊണ്ട് കനാലുകൾ രൂപപ്പെട്ടിരിക്കുന്നു. നദി കടന്നു നീങ്ങുമ്പോൾ കുറേ ഭാഗത്ത് ഇങ്ങനെ മരനിരയാണ്. അതിനപ്പുറം മനോഹരമായ എക്സ്പ്രസ് വേ. വിമാനം വലിയൊരു മൈതാനത്തിനു മീതെ താഴ്ന്നു പറന്നു തുടങ്ങിയിരിക്കുന്നു. വിയന്നയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗം തന്നെയാണിത്. റൺവേയിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. യൂറോപ്യൻ സമയം 12:30 ആയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് 13 മണിക്കൂറിനു ശേഷമാണ് ഞാനിവിടെ വിയന്നയിൽ എത്തിച്ചേരുന്നത്. നട്ടുച്ചയാണെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴയില്ല എന്നത് ആശ്വാസം. വിന്ററിൽ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. വെല്ലുവിളി ഉയർത്തുന്ന ഈ കാലാവസ്ഥയിൽ വേണം എനിക്കിനി സ്ലൊവേനിയയിലും ഓസ്ട്രിയയുടെ തെക്കൻ ഭാഗങ്ങളിലും ചിത്രീകരണം നടത്താൻ. കാലാവസ്ഥ മാറുന്നതുവരെ കാത്തുനിൽക്കാൻ എനിക്ക് കഴിയില്ല. സഞ്ചാരം ഓരോ ദിവസവും സംരക്ഷണത്തിനൊരുക്കണമല്ലോ. യൂറോപ്പിലൂടെയുള്ള യാത്രയാണ് ഏറ്റവും സൗകര്യപ്രദം. വലിയൊരു വിമാനത്താവളമാണ് വിയന്നയിലേത്. വിയന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. ഓസ്ട്രിയയിലൂടെയും സ്ലൊവാക്യയിലൂടെയുമുള്ള ദീർഘമായൊരു യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു അത്. ഇത്തവണത്തെ പ്രധാന ലക്ഷ്യസ്ഥാനം സ്ലൊവേനിയ എന്ന മറ്റൊരു രാജ്യമാണ്. വിമാനം നിശ്ചലമാവുകയാണ്. പ്രാദേശികമായി വിയൻ എന്നാണ് ഈ നഗരനാമം അറിയപ്പെടുന്നതും എഴുതുന്നതും. ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് വിയന്ന എന്ന പേരുപയോഗിക്കുന്നത്. യാത്രികർ പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു. എന്റെ മുന്നിൽ ജിപ്സികളെ പോലെ തോന്നുന്ന ചില ആളുകളുണ്ട്. ഇദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. ഇങ്ങനെ നിരവധി ആളുകൾ, കൂടുതലും യൂറോപ്യർ തന്നെ. ദുബായിൽ ഷോപ്പിങ്ങിനും സുഖവാസത്തിനുമെല്ലാം പോയി മടങ്ങുന്നവരായിരിക്കാം. ഇന്ത്യക്കാർ വളരെ കുറച്ചേയുള്ളൂ. ദുബായിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഇത്തരം വിമാനങ്ങളിലൊന്നും ഒരു സീറ്റ് പോലും ഒഴിവുണ്ടാവില്ല. എനിക്ക് വളരെ പരിഗണന തരുന്ന ഒരു എയർലൈനാണിത്. മറ്റു യാത്രികർക്കൊപ്പം എയ്റോ ബ്രിഡ്ജിലൂടെ ഞാൻ എയർപോർട്ട് ബിൽഡിംഗിലേക്ക് നടക്കുകയാണ്. വൃത്തിയും ഭംഗിയുമുള്ള സംവിധാനങ്ങൾ. യൂറോപ്പിൽ ഇങ്ങനെയാണ്. ഏത് കാര്യത്തിനും ഒരു ക്ലാസിക് സ്പർശമുണ്ടാവും. ഭംഗിയും തെളിമയുമുണ്ടാവും. ഇതെല്ലാം യൂറോപ്പിൽ നമ്മെ ആകർഷിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. എന്തിലും ഒരു പ്രൊഫഷണലിസമുണ്ട്. യൂറോപ്പിൽ വന്നിറങ്ങുമ്പോൾ എനിക്കെപ്പോഴും ആവേശമാണ്. ഒരു സന്ദർശകനെയും നിരാശപ്പെടുത്തില്ല യൂറോപ്പ്. ഇനി ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ അല്പം കടുത്തതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളും അനധികൃത കുടിയേറ്റക്കാരും അവരുടെ മറവിൽ ആഫ്രിക്കയിൽ നിന്നെത്തുന്നവരുമെല്ലാം ചേർന്ന് ഇത്തരം യൂറോപ്യൻ നഗരങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇതേ വിസയുമായി 6 മാസം മുൻപ് ഞാനിവിടെ വന്നതാണെങ്കിലും വീണ്ടും എത്തുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് അസ്ഥാനത്തായി.
ഓസ്ട്രിയയുടെ ഔദ്യോഗിക മുദ്ര ഒരിക്കൽ കൂടി പതിഞ്ഞ പാസ്പോർട്ടുമായി ഞാൻ പുറത്തിറങ്ങി. എൻ്റെ ഒരു സുഹൃത്ത് ഇതാ ഇവിടെ എന്നെ സ്വീകരിക്കാനെത്തിയിട്ടുണ്ട്. സിറോഷ്. നേരത്തെ വിയന്നയിൽ ഞാൻ വന്നപ്പോൾ പല കാഴ്ചകളിലേക്കും കൊണ്ടുപോയത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സിറോഷാണ്. ഇന്നും എന്നെ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ കാറുമായി എത്തിയിരിക്കുകയാണ് സിറോഷ്. അധികം ലഗേജൊന്നും എൻ്റെ പക്കലില്ല. ഞങ്ങൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് നടന്നു. സമയം കളയാനില്ല. സിറ്റിയിലെത്തി അവിടെ നിന്നും ട്രെയിൻ മാർഗം സ്ലൊവേനിയയിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനം. സ്ലൊവേനിയൻ തലസ്ഥാനമായ ലുബ്ലിയാനയിലാണ് എത്തേണ്ടത്. ഇന്നു രാത്രി തന്നെ അവിടെ എത്തണം. ദീർഘമായൊരു ട്രെയിൻ യാത്രയാണത്. ഈ വിമാനത്താവളത്തിന് പളപളപ്പോ ആഡംബരങ്ങളോ ഒന്നുമില്ല. വളരെ കാര്യമാത്ര പ്രസക്തമായ സംവിധാനങ്ങൾ മാത്രം കൃത്യതയോടെ ഒരുക്കി വച്ചിരിക്കുന്നു. കെട്ടിടത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗംഭീര തണുപ്പാണ്. 2-3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ താപനില. പുതുതായി വാങ്ങിയ ജാക്കറ്റ് എൻ്റെ കൈവശമുണ്ട്. ഞങ്ങൾ സിറോഷിന്റെ കാറിൽ ചെന്ന് കയറി. കണ്ടപാടെ തന്നെ സിറോഷ് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു കഴിഞ്ഞു. സ്ലൊവാക്യയിലെയും ഓസ്ട്രിയയിലെയും എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉടനടി ഞാൻ വന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളായി യൂറോപ്പിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് സിറോഷും സഹോദരന്മാരും. പ്രോസി എന്ന സൂപ്പർ മാർക്കറ്റ് ശൃംഖല ഇവരുടേതാണ്. എയർപോർട്ടിൽ കാർ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫീസ് ഒരു മെഷീനിലിട്ട് കൂപ്പൺ എടുക്കണം. അത് ഇവിടെ മറ്റൊരു സ്ലോട്ടിലിട്ടാലേ പുറത്തേക്കിറങ്ങാനുള്ള ഈ ഗേറ്റ് തുറക്കൂ. ഇവിടെയൊന്നും മനുഷ്യരുടെ കാവലില്ല. എല്ലാം യന്ത്രവൽകൃതമാണ്. നിയമം എല്ലാവരും അനുസരിക്കുന്നു. പാർക്കിംഗ് ഫീസ് നൽകാതെ ഗേറ്റ് ഇടിച്ചു തെറിപ്പിച്ചു പോകാൻ ആരും തയ്യാറല്ല. പാതകളാകട്ടെ പാർക്കിംഗ് ഏരിയകളാകട്ടെ എല്ലാം മാർക്കിങ്ങുകളിലൂടെ സൗകര്യപ്രദമാക്കിയിരിക്കുന്നു. ആരോടും ചോദിച്ചു മനസ്സിലാക്കാതെ തന്നെ ഇതെല്ലാം ഉപയോഗപ്പെടുത്താം. കൃത്യമായ മാർക്കിംഗ്. എല്ലാം എല്ലായിടത്തും എഴുതി വച്ചിട്ടുണ്ട്. മനുഷ്യരുടെ സഹായം ഇവിടെയൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ സഹായം ലഭിക്കുകയുമില്ല. ഓരോരുത്തരും അവരവരുടേതായ തിരക്കുകളിലായിരിക്കുമല്ലോ. എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള കൂറ്റൻ പാർക്കിംഗ് ഏരിയകളാണ് ഇടതുവശത്ത് കാണുന്നത്. പല നിലകളിലായി കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം. അതിന് പ്രത്യേക ഫീസ് നൽകണം. ആ പാർക്കിംഗ് ഏരിയയിൽ നിന്നും എയർപോർട്ടിലേക്ക് ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വരെയുണ്ട്. പണം നൽകി കാർ പാർക്ക് ചെയ്തവരെ എയർപോർട്ടിലേക്കും തിരിച്ചും സൗജന്യമായി ബസ്സുകളിൽ എത്തിക്കും. നേരെ മുന്നിൽ കാണുന്നതെല്ലാം അത്തരം പാർക്കിംഗ് കേന്ദ്രങ്ങളാണ്. എയർപോർട്ടുകളുടെ സമീപത്തെ വലിയൊരു ബിസിനസ്സാണ് പാർക്കിംഗ് ഏരിയകളുടേത്. എല്ലാവർക്കും കാറുണ്ട്. അവർ അത് സ്വയം ഓടിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നവർ പോലും എയർപോർട്ടിനരികത്തെ പാർക്കിംഗ് കേന്ദ്രത്തിൽ കാർ നിർത്തിയിട്ടാണ് പോവുക. നിശ്ചിത ഫീസ് നൽകിയാൽ ദിവസങ്ങളോളം അതിവിടെ സുരക്ഷിതമായി കിടന്നുകൊള്ളും. മൂടിക്കെട്ടിയ ഈ അന്തരീക്ഷം ചിത്രീകരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും അത് പരമാവധി പരിഹരിച്ചുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ധാരാളം വ്യവസായശാലകളുള്ള ഒരു പ്രദേശമാണിത്. പെട്രോകെമി ഡാനൂബിയ എന്ന വ്യവസായശാലയാണ് ഇടതുവശത്ത് കാണുന്നത്. അതിന്റെ വലതുവശത്ത് ഹൈവേയുടെ ഓരത്ത് കാറ്റിനെ ചെറുക്കാൻ മതിൽ കെട്ടിയിരിക്കുന്നു. ഇന്നൊരു ദിവസം വിയന്നയിൽ താമസിച്ച് നാളെ സ്ലൊവേനിയയിലേക്കുള്ള യാത്ര തുടരാമെന്ന് സിറോഷ് എന്നെ നിർബന്ധിക്കുന്നുണ്ട്. വൈകുന്നേരം ഒന്ന് ഒത്തുകൂടാമെന്ന് മലയാളികളായ സുഹൃത്തുക്കളെല്ലാം ആവശ്യപ്പെടുന്നു. തന്നെയുമല്ല, സ്ലൊവാക്യയിലുള്ള വിയറ അമ്മച്ചി വൈകുന്നേരം ഞാനിവിടെയുണ്ടെങ്കിൽ കാണാൻ വരുമെന്നും അറിയിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ യാത്രാപരിപാടി നേരത്തെ തന്നെ തയ്യാറാക്കിയതാണ്. ഇന്ന് രാത്രിവാസത്തിനായി ലുബ്ലിയാനയിൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നു. നാളെ രാവിലെ മുതൽ ആ നഗരം ഷൂട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് പോയേ പറ്റൂ. സിറോഷാകട്ടെ വാദങ്ങൾ നിരത്തുകയാണ്. ഇവിടെ വന്നിട്ട് ഒരുമിച്ച് അല്പം ഭക്ഷണം പോലും കഴിക്കാതെ എയർപോർട്ടിൽ നിന്നും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോകുന്നത് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. ഒടുവിൽ ഞാനൊരു നിർദ്ദേശം വെച്ചു. സ്ലൊവേനിയയിൽ നിന്നും മടങ്ങുമ്പോൾ കുറച്ചു സമയം വിയന്നയിൽ ചെലവഴിക്കാം. ആ വ്യവസ്ഥയിൽ എന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാമെന്ന് സിറോഷ് സമ്മതിച്ചു. കാർ വിയന്ന നഗരത്തോട് അടുക്കുകയാണ്. കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും നാടാണ് വിയന്ന.
ചിത്രകാരന്മാരുടെയും സംഗീതജ്ഞരുടെയും നാട്, സാംസ്കാരിക ഔന്നത്യത്തിന്റെ നഗരം, യൂറോപ്പിന്റെ തന്നെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിയന്നയെ വിശേഷിപ്പിക്കാം. ഈ നഗരത്തിന്റെ കാഴ്ചകൾ കഴിഞ്ഞ തവണ വിശദമായി തന്നെ ഞാൻ കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിയന്നയുടെ കാഴ്ചകളിലേക്ക് ഇനി വീണ്ടും പോകേണ്ടതില്ല. പക്ഷേ ഓസ്ട്രിയ എന്ന രാജ്യത്ത് നിരവധി കാഴ്ചകൾ ഇനിയുമുണ്ട്. ചരിത്രഗരിമയുള്ള ധാരാളം നഗരങ്ങളും ഗ്രാമങ്ങളുമുണ്ട്. അതിന്റെ ചിന്തയുമായി ഞാനിരുന്നു.